തുറന്ന് സംസാരിക്കുന്നവരുടെ മനസ്സിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയും ഉണ്ടാവില്ല. ഒരാളെ ചേർത്ത് നിർത്തുമ്പോൾ ഒറ്റയ്ക്കാക്കില്ല കൂടെ ഉണ്ടാവും എന്നൊരു വാക്ക് കൊടുക്കുമ്പോൾ ഓർക്കുക, പിന്നീട് അത് തിരുത്തി പറയാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. കൂടെ ഉണ്ടാവുമെന്നത് ഒരു വാക്കല്ല, വിശ്വാസമാണ്. ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള വിശ്വാസം. നടന്നു കയറുന്ന ചവിട്ടുപടികളിൽ ഒരാളുടെയും കണ്ണുനീർ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഉയരങ്ങൾ കീഴടക്കുമ്പോൾ പിന്നിൽ ഒരാളുടെയും നെഞ്ചു പൊള്ളിയ ശാപമില്ലെന്നും ഉറപ്പുവരുത്തുക. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല. കണക്ക് പറഞ്ഞേ തീരൂ, കാലത്തിന് മുന്നിലെങ്കിലും. ചിലർ പുറം ചട്ട നോക്കി വിലയിരുത്തും, മറ്റു ചിലർ ആമുഖം നോക്കി വിലയിരുത്തും. എന്നാൽ ചുരുക്കം ചിലർ മാത്രം നമ്മൾ എന്ന പുസ്തകത്തെ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കും. അവർ എന്നും കൂടെയുണ്ടാകും, ഒരിക്കലും തനിച്ചാക്കില്ല. ഒരു പരിധിക്കപ്പുറം ആരുടെയും കാര്യത്തിൽ അധികം ഇടപെടാതെ നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണ് നല്ലത്. അവിടെ മനസ്സമാധാനമുണ്ടാകും. അല്ലെങ്കിൽ ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നവർ തന്നെ നാളെ തള്ളിപ്പറയുന്ന സമയം വരും. എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരെയല്ല, ഒന്നുമില്ലായ്മയിൽ ചേർത്തു പിടിക്കുന്നവനോടാണ് കൂട്ടുകൂടേണ്ടതും കൂടെ നിർത്തേണ്ടതും. ഏത് അവസ്ഥയിലും വിട്ടുപോകില്ലെന്ന് ഉറപ്പുള്ളത് അവർ മാത്രമായിരിക്കും. സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാൻ, മടുപ്പില്ലാതെ കേൾക്കാൻ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ തളരുമ്പോൾ ചേർത്തു പിടിക്കാൻ കൂട്ടായി ഒരാൾ ഇല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നാം തീർത്തും അനാഥരാണ്. പ്രശ്നങ്ങളില്ലാത്ത ബന്ധങ്ങളില്ല. ഒന്ന് ഇരുന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, തെറ്റ് ആരുടെ എന്ന് മനസ്സിലാക്കിയാൽ, ചേർത്തു പിടിച്ച് ക്ഷമ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹം. നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ തഴഞ്ഞവരെയും, നീയൊന്ന് ചോദിക്കുക പോലും ചെയ്യാതിരുന്നിട്ടും നിന്നെ സഹായിച്ചവരെയും ഒരിക്കലും മറക്കരുത്. തിരികെ സ്നേഹിക്കപ്പെടണം എന്ന് വാശി പിടിക്കരുത്. സ്നേഹമെന്നത് അറിഞ്ഞു നൽകേണ്ടതാണ്, അല്ലാതെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അർഹിക്കുന്നവർക്ക് തിരികെ നൽകാം, പക്ഷെ കൗതുകം കൊണ്ട് ആർക്കും കൊടുക്കരുത്. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നമ്മൾ അറിയാതെ നമ്മൾ മാറിപ്പോകും. ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. എന്നെ ബഹുമാനിക്കാത്ത ആളുകളെ ഞാൻ ബഹുമാനിക്കുന്നില്ല. അവർ അതിനെ ഈഗോ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ അതിനെ ആത്മാഭിമാനം എന്ന് വിളിക്കുന്നു. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുക എന്നത്. പലരും നിങ്ങളെ വെറുക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താനുള്ള ആഗ്രഹം സാധിക്കാത്തതിനാലാണ്. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു. സംസ്കാരം സ്വയം താഴ്ന്ന് സന്തോഷം കണ്ടെത്തുന്നു. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കും ഉള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷം ഉള്ളതായിരിക്കില്ല. ആ ചിരിക്കു പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നീട് എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും.